തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഏറെ പ്രിയമുള്ള മീനുകളാണ് ജൈന്റ് ഗൗരാമികൾ. സൗന്ദര്യവും ഇണക്കവും സൗമ്യതയുമുള്ള ജൈന്റ് ഗൗരാമികളെ മീൻകുളങ്ങളിലും അക്വേറിയങ്ങളിലും വളർത്തുന്നതിന് കേരളത്തിൽ ഈയിടെ വലിയ പ്രചാരമാണ് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവിക കുളങ്ങളിലും പടുതാക്കുളങ്ങളിലുമെല്ലാം ഗൗരാമികളെ വളർത്തുന്നതാണ് പതിവ് രീതി. എന്നാൽ സ്വന്തം രീതികൾ പരീക്ഷിക്കുന്നതിലൂടെ വ്യത്യസ്തനാവുകയാണ് സൗത്ത് കളമശ്ശേരി ശാന്തി നഗറിലെ റെനി മാത്യു. നഗരത്തിൽ ജീവിക്കുമ്പോഴും ഗ്രാമത്തിന്റെ സ്വച്ഛതയും സൗന്ദര്യവും റെനിയുടെ മനസ്സിൽ നിറയെയുണ്ട്. അതുകൊണ്ട് തന്നെ ടെറസിന് മുകളിൽ പച്ചക്കറികളും പഴച്ചെടികളും നട്ടു വളർത്തുന്നു. ഇവ നിത്യവും നനയ്ക്കാനായി വെള്ളം ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഗൗരാമികളെ വളർത്താനുള്ള വ്യത്യസ്തമായ ഗൗരാമി കുളങ്ങൾ ഒരുങ്ങിയത്. വീടിനുള്ളിലായിരിക്കുമ്പോഴും ഗൗരാമികളുടെ സ്നേഹവും കുസൃതിയും കളികളും കണ്ണിറി ആസ്വദിക്കാനായി റെനി മാത്യു ഒരുക്കിയിരിക്കുന്നത് ഏറെ കൗതുകകരമായ ഒരു ചില്ലു ടാങ്കാണ്. ഒരു വശം സുതാര്യമായ ടഫൻഡ് ചില്ലുഭിത്തി തീർത്ത് ഉള്ളിലെ കൗതുക കാഴ്ചകൾ അടുത്ത് കാണാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. കാർ പാർക്കിങ്ങിനെതിരായും വീടിന്റെ ലിവിംഗ് ഡൈനിങ് ഏരിയകൾക്ക് പുറത്തേക്കും തുറക്കുന്ന ജനാലകൾക്ക് അപ്പുറമാണ് എൽ ആകൃതിയിലുള്ള ഈ ചില്ലുകുളങ്ങൾ. ചെറിയൊരു ആനന്ദം കേട്ടാൽ ഗൗരാമികൾ ഓടിവരും. ചുവന്ന് തിളങ്ങുന്ന കണ്ണുകളുള്ള റെഡ് ഐയും വലിപ്പമേറിയ പിങ്ക് ഗൗരാമിയും സദാ ഓടിത്തിമിർക്കുന്ന ബ്ലാക്ക് ജൈന്റ് ഗൗരാമികളും നിറയെയുണ്ട് ഈ കൂറ്റൻ ടാങ്കുകളിൽ. 8 കിലോ വരെ തൂക്കമുള്ള പിങ്ക് ഗൗരാമികളും റെഡ് ഐയും എല്ലാം ഉണ്ട് ഇവിടെ. 3 വശങ്ങൾ സിമെന്റ് ഭിത്തികളും മുൻവശം മാത്രം ചില്ലുഭിത്തിയുമാണ് ഇവിടുത്തെ ടാങ്കുകൾക്ക്. സിമെന്റ് ഭിത്തി നിർമ്മിച്ച് തേച്ചെടുക്കുന്നതിലും കുറഞ്ഞ ചെലവ് മാത്രമേ ടഫൻ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൂ എന്ന് എഞ്ചിനീയറായ റെനി മാത്യു സമർത്ഥിക്കുന്നു. കാണും തോറും വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് ഈ കൂറ്റൻ അക്വേറിയങ്ങൾ. ഏറെ ഇണക്കത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജൈന്റ് ഗൗരാമികൾ ആരുടെയും മനസ്സ് കൊള്ളിപ്പിക്കും. വീട്ടുകാരുടെ ആളനക്കം കേട്ടാലുടൻ ഗ്ലാസ് ഭിത്തിക്കുള്ളിൽ ജൈന്റ് ഗൗരാമികൾ അണിനിരക്കും. ചിറകുകൾ ചലിപ്പിച്ച് വാലിളക്കി വായ വിടർത്തി ആരെയും ആകർഷിക്കും മട്ടിൽ കൗതുകത്തോടെയാണ് ആ കാത്തുനിൽപ്പ്. കുളത്തിലെ അനക്കം കണ്ടാൽ ഒരു കഷ്ണം പഴം നുറുക്കോ കുക്കുംബറോ ചീകിയൊരുക്കിയ മറ്റു പച്ചക്കറി അവശിഷ്ടങ്ങളോ ചേമ്പിലയോ മൽബറി ഇലകളോ നൽകാൻ റെനിയോ ഭാര്യയോ എത്തുമെന്ന് അവർക്കറിയാം. ഗൗരാമികളെ കണ്ടില്ലെങ്കിൽ റെനി മാത്യു ജനാല ചില്ലയിലോ ചില്ലുഭിത്തിയിലോ ഒന്ന് തട്ടിയാൽ മതി, അക്വേറിയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവ കുതിച്ചെത്തും. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഗൗരാമികൾ ചില്ലുജാലകത്തിൽ തിരക്ക് കൂട്ടുന്നത് കാണേണ്ട കാഴ്ച തന്നെ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവ കൂട്ടത്തോടെ ജനാലയ്ക്കരികിൽ വന്ന് നിൽക്കുന്നു എന്നത് ഒരു കൗതുക കാഴ്ചയാണ്. ഒരു കാര്യം ഓർത്തോളൂ, അപരിചിതരാണെങ്കിൽ ഗൗരാമികൾക്ക് ഇത്ര അടുപ്പമൊന്നും ഇല്ല കേട്ടോ. പൂച്ചകളെയും നായ്ക്കളെയും എന്ന പോലെ ഗൗരാമികളെയും പെറ്റായി വളർത്താൻ തുടങ്ങിയതും അതുകൊണ്ടാണ്. 6 അടി ആഴവും 12 അടി നീളവുമുള്ള ഒന്നാം അക്വേറിയത്തിൽ 200ഓളം ജൈന്റ് ഗൗരാമികളെ ഇന്റൻസീവ് രീതിയിൽ വളർത്തിയിരുന്നു. ഗൗരാമികൾക്കൊപ്പം കണ്ണിന് ആനന്ദം പകരാൻ വർണ്ണപ്പകിട്ടാർന്ന ഏതാനും കോഴിക്കാർപ്പുകളുണ്ട്. വലിപ്പമേറിയ ജയന്റ് ഗൗരാമികളുടെ കാഷ്ടം വീണ് അഴുക്കാകാതിരിക്കാനുള്ള ജോലി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഗപ്പികളാണ്. 100 കണക്കിന് ഗപ്പികൾ സദാസമയവും അക്വേറിയത്തിൽ ഓടി നടക്കും. ഗൗരാമികളുടെ തീറ്റയും കാഷ്ടവും അവ ആഹാരമാക്കും. അതുകൊണ്ട് തന്നെ കുളത്തിലെ വെള്ളത്തിന് ദുർഗന്ധമില്ല. കൂട്ടത്തിൽ ഏറ്റവും ആകർഷകമായത് ജയന്റ് ഗൗരാമികൾ തന്നെ.
കഴിഞ്ഞ 5 വർഷമായി റെനി മാത്യു ഗൗരാമ്മികളെ ഈ കൂറ്റൻ ടാങ്കുകളിൽ വളർത്തുന്നു. ഇടയ്ക്കിടെ വെള്ളം പൂർണ്ണമായും മാറ്റി അഴുക്കെല്ലാം നീക്കം ചെയ്യും. അതിനുശേഷം പല തവണയായി വെള്ളം നിറയ്ക്കും. ടാങ്ക് വൃത്തിയാക്കി കഴിയുമ്പോൾ മീനുകൾ ഇരട്ടി ഉത്സാഹത്തിൽ കണ്ണാടി ഭിത്തിയുടെ അരികിൽ ചിറകിളക്കി കാത്തു നിൽക്കും. പുറത്തേക്ക് കൂടുതൽ കാഴ്ചയുള്ളതുകൊണ്ടായിരിക്കണം ഇത്. ദിവസവും 300 ലിറ്റർ വെള്ളം ടെറസിലെ ചെടികൾക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നുണ്ട് ഇവിടെ. അവ അപ്പാടെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ വീട്ടിൽ ആളില്ലെങ്കിലും ചെടികളെല്ലാം ഉത്സാഹത്തോടെ വളരും. ടെറസിന് മുകളിൽ ഇരുമ്പ് തട്ടുകളിൽ വലിയ വീപ്പകളാണ് റെനി മാത്യുവിൻ്റെ കൃഷി. വീപ്പകളെല്ലാം ഇരുമ്പ് പ്ലാറ്റ്ഫോമിൽ ഭംഗിയായി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവ ഓരോന്നിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന പൈപ്പുകളുണ്ട്. ഓരോ വീപ്പകളും പരസ്പരം പൈപ്പ് ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരി വെള്ളം പോലും പാഴായി പോകുന്നില്ല. ഗൗരാമി കുളത്തിലെ വെള്ളമാണ് ഇവയ്ക്ക് ജീവനും വളവും നൽകുന്നത്. എല്ലാ ചെടികളും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെയും നിറയെ കായ്ക്കുന്നതിൻ്റെയും രഹസ്യം മീനുകളുടെ കാഷ്ടവും അവശിഷ്ടങ്ങളും അലിഞ്ഞു ചേർന്ന ഈ വെള്ളം തന്നെ. പേരകളും ഇലുമ്പിപ്പുളിയും സർവ്വസുഗന്ധിയും ചാമ്പകളും മരമുന്തിരി എന്ന് വിളിക്കുന്ന പലതരം ജബോട്ടിക്കാബകളും മറ്റ് പഴച്ചെടികളുമെല്ലാം 2ാം നിലയുടെ ഉയരത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ വീപ്പുകളിലാണ് നട്ടിരിക്കുന്നത്. അതിനടുത്ത തട്ടിൽ നിറയെ പച്ചക്കറികളാണ്. പ്രത്യേകമായി തയ്യാറാക്കിയെടുത്ത 5 അടി നീളവും 1.5 അടി ഉയരവും 1 അടി വീതിയുമുള്ള ഫൈബർ ടാങ്കുകളിൽ മണ്ണ് നിറച്ചാണ് കുരുമുളകും വെണ്ടയും വിവിധയിനം മുളകുകളും ചേമ്പും ഇഞ്ചിയും ചീരയും വഴുതനയും പയറുമെല്ലാം വളർത്തുന്നത്. പ്ലാസ്റ്റിക് ഗ്രോ ബാഗുകൾ വർഷാവർഷം മാറ്റേണ്ടി വരുന്നതും പരിസ്ഥിതി പ്രശ്നമാകുന്നതും ഒഴിവാക്കാനാണ് വള്ളവും ബോട്ടുകളും നിർമ്മിക്കുന്ന ഫൈബർ ഉപയോഗിച്ച് പ്രത്യേകമായി ടാങ്കുകൾ തയ്യാറാക്കിയത്. ഈ ഭാഗം മുഴുവനായി നെറ്റ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. ഈ വലക്കൂടിനുള്ളിലാണ് അതിമനോഹരമായ ഈജിപ്ഷ്യൻ സിൽവർ ഫയോമി കോഴികളുള്ളത്. എന്നും മുട്ട തരും. പൊരുന്നാറില്ല എന്നതാണ് ഫയോമി സുന്ദരികളുടെ പ്രത്യേകത. വെള്ളയും കറുപ്പുമാണ് ഇവയുടെ നിറം. ആണിന് പൂവ് നല്ല ചുവപ്പ്, കണ്ണുകൾക്ക് നല്ല തിളങ്ങുന്ന കറുപ്പ് നിറം, കഴുത്തപ്പാടെ നല്ല വെള്ള നിറം, ബാക്കിയെല്ലാം വെളുത്ത പശ്ചാത്തലത്തിൽ. കറുപ്പും വെള്ളി നിറവുമുള്ള തൂവലുകൾ. വാല് വിടർന്ന് നല്ല ഭംഗിയാണ്. കാലുകൾക്ക് വെള്ളി നിറം. എല്ലാ ഫയോമികളും ഒരുപോലെ ഭംഗിയുള്ളവ. എപ്പോഴും സജീവമായി ഓടി നടക്കും. വലക്കൂടിനുള്ളിൽ കോഴികൾക്ക് പുറമെ അരുമകളായ ജാവക്കുരുവികളുണ്ട്. അവയെ അഴിച്ചുവിട്ടാലുടൻ പച്ചക്കറിത്തോട്ടത്തിൽ പറന്നു നടന്ന് പുഴുക്കളെയും കീടങ്ങളെയും അപ്പാടെ അകത്താക്കും. വിശാലമായ കൂടിനുള്ളിൽ പറന്നു നടക്കുന്ന ജാവകൾ വൈകുന്നേരമായാൽ സ്വന്തം കൂടുകളിൽ ചേക്കേറും. വീട്ടിലെ അവശിഷ്ടങ്ങൾ അപ്പാടെ പച്ചക്കറികൾക്ക് വളമാക്കുന്നു. അവശിഷ്ടങ്ങൾ അഴുകി വളമാക്കുന്നത് ഫൈബർ ടാങ്കുകളിലാണ്. ജൈവവളം അത്രയും പച്ചക്കറികൾക്കും പഴച്ചെടികൾക്കും വളമായി മാറുന്നു. ടെറസിൽ നിന്ന് നോക്കിയാലും ഗൗരാമികളെ കാണാവുന്ന രീതിയിലാണ് കണ്ണാടിക്കുളം. അവിടെ നിന്ന് ഇലിമ്പിയും പേരയ്ക്കയും മറ്റു പഴങ്ങളുമെല്ലാം പറിച്ചെടുത്ത് റെനി കുളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കും. അവയത്രയും മത്സരിച്ച് തിന്നു തീർക്കും ഗൗരാമികൾ. എത്ര നേരം നോക്കി നിന്നാലും മടുക്കാത്ത കാഴ്ചകളാണ് ഗൗരാമികൾ ഇവിടുത്തെ കണ്ണാടിക്കുളങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്.